ഇന്നാണ് നോമിനേഷന് വേണ്ടിയുള്ള അവസാന ദിവസമല്ലേ? അതെ ബൈ. അവള് വീണ്ടും നോമിനേറ്റ് ചെയ്യാൻ വന്നാ അവളുടെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. പിന്നെ മിലയുടെ മരണവും അതും എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അവളുടെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും, അതിലൊരു സംശയവും വേണ്ട. വാ പോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോകട്ടോ. ശരി, ഓക്കെ. വിഷമിക്കണ്ട. പക്ഷെ ഈ അടിയുണ്ടല്ലോ, ഇതൊരു വല്ലാത്ത അടിയായി പോയി. അത് ഭയങ്കര വേദന. കഴിഞ്ഞു. വാപ്പാം വാ. കേറിക്കോ. അയ്യ, രൂപാലി എല്ലാവർക്കും പേടിയുള്ളതുപോലെ ആദ്യമായിട്ട് എനിക്കും അവളെ പറ്റി പേടി തോന്നുവാ. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്ക് പേടിയുള്ളത്? കുറേ കാര്യങ്ങൾ എന്നെ പേടിപ്പിക്കുന്നുണ്ട്. നിന്റെ തലയിലെഴുത്ത് മൊത്തത്തിൽ മാറുന്നുണ്ട്. നീ ഏത് ജാതകത്തെ കുറിച്ചായി പറയുന്നത്? ജാതകത്തിൽ പറയുന്നത് പ്രണയിനികൾക്ക് ഇന്ന് നല്ലൊരു ദിവസമാണെന്ന്. പക്ഷെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ ദിവസം നല്ലതല്ലെന്നും. ലവേഴ്സിനെ വേണമെങ്കിൽ വിശ്വസിച്ചോ, പക്ഷെ രാശിയെ വേണ്ട. ഓക്കെ. എല്ലാവരും ശാന്തരാകും. അസ്സലാം വലൈക്കും എന്റെ മുസ്ലിം സഹോദരന്മാരെ. ഇത്രയും വർഷം എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഈ പാർട്ടിയിൽ എന്നെ തുടരാൻ അനുവദിച്ചതിന് നന്ദി സഹോദരങ്ങളെ. ഇപ്പോൾ എന്റെ പദവിയിൽ നിന്ന് ഞാൻ പടിയിറങ്ങി എനിക്ക് പകരമായി അവിടെ അടുത്ത തലമുറയെ ഞാൻ കൊണ്ടുവരികയാണ്. ഇതിനു മുൻപ് ഇവിടുത്തെ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണമാണ് ഈ ലോക്കി നഗർ കാണാൻ പോകുന്നത്. ഇന്നു മുതൽ ഈ ലോക്കി നഗറിന്റെ ചുമതല എന്റെ മകനായ മുക്തർ ദയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ എങ്ങനെ ആദരിച്ചുവോ അതേപോലെ ഇവനും പിന്തുണ നൽകി എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവനെ വിജയിപ്പിക്കുമെന്ന വിശ്വാസമുണ്ട് എനിക്ക്. നമ്മുടെ വിജയം ആരാലും തടുക്കാൻ സാധിക്കില്ല. ബുദ്ധിയുള്ളവൻ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് സത്യമാണ്. കാരണം ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം അറിയുകയുള്ളൂ. പക്ഷെ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടോ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടോ നമ്മൾ ഒരുപാട് സംസാരിച്ചേ മതിയാവും. കൊള്ളാലോ.
ആക്ച്വലി നമ്മൾ ആരെയും സന്തോഷപ്പെടുത്തുന്നില്ല. നമ്മളെ തന്നെ സന്തോഷപ്പെടുത്താൻ വേണ്ടിട്ട് മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി രസിക്കുകയാണ്. അത് പ്രണയമായിരുന്നാലും ശരി, രാഷ്ട്രീയമായിരുന്നാലും ശരി. എന്തൊരു കഷ്ടം ഇത്. ബാക്കിയുള്ളൊക്കെ സമാധാനം പറഞ്ഞാൽ തരാം. എന്തെങ്കിലും നടക്കും. അവിടെ ബലം നോക്കാൻ കിട്ടെ. അവളാളാ മോശമൊന്നുമല്ല, അവളെ കടയില്ല തകർത്ത്. എന്തായാലും കഷ്ടമായി പോയി. അതിന്റെ വരുമാനമായിരുന്നത്. എന്താ ചേട്ടാ ചെയ്യാ? ഈ കടലില്ലേ, കടലിന്റെ തീരത്ത് സുന്ദരിയായ ഒരു പെണ്ണ് തന്റെ പേരെഴുതിക്കൊണ്ടിരിക്കും. അവളും അവളുടെ ആ പേരും ഫേമസ് ആവുന്നുള്ള കാര്യം അവൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമോ? അവൾ എന്തിനാ അവളുടെ പേരെഴുതുന്നറിയോ? അവളുടെ ആ പേരിലൊരു സമാധാനമുണ്ട്. ആ സമാധാനത്തിന് വേണ്ടിയാ. ഒരാൾക്ക് തന്റെ പേര് തന്നെ ഇഷ്ടപ്പെടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അതാണ് അവന്റെ ഐഡന്റിറ്റി. അതുകൊണ്ട് ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ഐഡന്റിറ്റി, ഇതാണ് എല്ലാം. അതുപോലെ ഈ പേരും ഒന്ന് വലുതായി കഴിഞ്ഞാ ഈ കുടുംബവും സമൂഹവും ഈ നാടും എല്ലാം അതിനതിൻ്റെതായ ഒരു ബഹുമാനം കൊടുക്കും. അതുപോലെ ഇരുന്ന ഒരാൾ എനിക്കും ഉണ്ടായിരുന്നു. അയാളോട് എനിക്ക് എന്നും മര്യാദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂപാലി. റൂപാലി എന്ന പേരിനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. റൂപാലി എന്ന പേരിൽ സ്നേഹമുണ്ട്, ശക്തിയുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. നീ പേടിക്കാൻ തുടങ്ങിയ ജനങ്ങൾ പേടിക്കാൻ തുടങ്ങും. അതിലൂടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് ഈ ജനങ്ങളൊക്കെ പേടിച്ചോടിച്ചോളിക്കണം. വേണ്ട, അങ്ങനെ നടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വാ. ശരി, ഞാൻ വരാം. വാ. പോകാം.